Come on, children, welcome to our new social science class. In the last class, we discussed about the British economic policies and the miserable life of Indian people in that time. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പോളിസീസും നിയമങ്ങളും അതുമൂലം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യൻ ജനവിഭാഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഏതെല്ലാം ജനവിഭാഗങ്ങളായിരുന്നു ഇതിൻ്റെ മിസറബിളായിട്ടുള്ള ജീവിതം നയിക്കേണ്ടി വന്നത് ബ്രിട്ടീഷുകാരുടെ റൂള് കാരണം? വീവേഴ്സ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മാൻ, ട്രൈബൽസ് തുടങ്ങിയ പാവപ്പെട്ടവരെല്ലാവരും ഇവരുടെ റൂളിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചു. അവരുടെ ജീവിതം കൂടുതൽ മിസറബിൾ ആയപ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങിയല്ലേ? ആരെല്ലാമാണ് പ്രതികരിച്ചത്? ആരുടെയൊക്കെ പ്രൊട്ടസ്റ്റാണ് നമ്മൾ കണ്ടത്? പ്രൊട്ടസ്റ്റ് ഓഫ് ദ നഗോഡാസ്, നഗോഡകളുടെ പ്രൊട്ടസ്റ്റ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷി ചെയ്തിരുന്നവരല്ലേ നഗോഡകൾ, അവരുടെ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഫാമേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊട്ടസ്റ്റ് അയച്ചു. ദെൻ ട്രൈബൽസിലും കുറേ ഫോറസ്റ്റ് ലോസൊക്കെ ഉണ്ടാക്കി അവരുടെ ജീവിതവും കൂടുതൽ ദുസ്സഹമാക്കിയപ്പോൾ അവരും അവർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ വ്യൂവേഴ്സും ഇവരുടെ ഇത് കാരണം കൂടുതൽ മിസറബിൾ ആയിട്ടുള്ളൊരു ലൈഫാണ് ജീവിക്കാൻ തുടങ്ങിയത്. യു ഹാവ് ഐഡൻറ്റിഫൈഡ് ദ മേജർ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഹു ലോസ്റ്റ് ദെയർ ലിവ്ലിഹുഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനി റൂൾ. കമ്പനി റൂളിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും അവരുടെ ജീവിതമാർഗം തന്നെ നഷ്ടപ്പെട്ടു. These people started rebellions against the company and zamindars, the middlemen of the company. ഈ ആൾക്കാരെല്ലാവരും കലാപങ്ങൾ ആഹ്വാനം ചെയ്തു. ഇവർക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് അവരൊത്തൊരുമിച്ച് നിന്ന് കലാപങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല ഇവരിൽ നിന്നും നികുതിയൊക്കെ പിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെയും ഈ പാവപ്പെട്ട ആൾക്കാരുടെയും ഇടയിൽ നിൽക്കുന്ന ജമീന്ദാർമാർക്കെതിരെയുമാണ് ഇവർ റെബലിയൻ സ്റ്റാർട്ട് ചെയ്തത്. മിഡിൽമെൻ ഓഫ് ദ കമ്പനിയാണ് ജമീന്ദാർ. അതായത് ഇവർക്ക് കമ്പനിക്ക് വേണ്ടി ഇവരിൽ നിന്നും പണമെല്ലാം പിരിക്കാൻ വരുന്ന ആൾക്കാരെയാണ് ജമീന്ദാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവർക്കും ഈ കമ്പനിക്കുമെതിരെ ഈ വിഭാഗത്തിലെ എല്ലാ ആൾക്കാരും റെബലിയൻ സ്റ്റാർട്ട് ചെയ്തു. Though not well organized, the resistance against the company became common in different parts of the company. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. അതായത് അവർ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പല കലാപങ്ങളും നടന്നു. Peasants' revolt started at the very beginning of the company rule. It is evident in the Sannyasi and Fakir rebellions that occurred in the end of the 18th century. അതായത് കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും. ഈ കമ്പനി ഭരണം ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്തത് ആരെയാണ്? കർഷകരെയാണ്. സോ അവർ ആദ്യം തന്നെ അവരുടെ കലാപങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിന് തെളിവായിട്ടാണ് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഏതെല്ലാമാണ്? ബംഗാളിലെ സന്യാസി റിവോൾട്ട് ആൻഡ് ഫക്കീർ റെബലിയൻസ്. ഇത് രണ്ടുമാണ് ബംഗാളിൽ 18th century നടന്നത്. In 19th century, several rebellions broke out in Malabar. It was led by the Mappila tenants and are known as Mappila Rebellion. അതായത് 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും മലബാറിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കുടിയന്മാരെന്ന് പറയുന്നത് ഈ പുറമ്പോക്ക് ഭൂമിയിലെല്ലാം ഒരു രേഖകളും ഇല്ലാതെ ഇങ്ങനെ താമസിക്കുമല്ലോ. രാജാക്കന്മാർ നിങ്ങളവിടെ താമസിച്ചോ എന്നും പറഞ്ഞ്, അല്ലെ പറമ്പിൻ്റെ ഉടമസ്ഥർ താമസിച്ചോ എന്നും പറഞ്ഞ് അനുവാദം കൊടുത്തിട്ട് ഒരു രേഖകളില്ലാതെ താമസിക്കുന്നവരാണ് കുടിയന്മാർ എന്ന് പറയുന്നത്. അപ്പം ഈ പാട്ടക്കുടിയന്മാർ, മലബാറിലെ പാട്ടക്കുടിയന്മാരായ മാപ്പിളകളായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. It was led by the Mappila tenants and are known as the Mappila rebellions. Similar uprisings burst out in Bengal and were known as Farazi rebellions. Beside the peasants, the tribals also rose in revolt against the company. ഇതേ കാലയളവിൽ ബംഗാളിൽ ഇതേ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു.
ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് ഫറാസി കലാപങ്ങൾ? കേരളത്തിലെ മലബാറിൽ പാട്ടക്കുടിയന്മാരുടെ മാപ്പിള കലാപം പോലെ സമാനമായത് ബംഗാളിലും ഉണ്ടായി. അവിടുത്തെ കർഷകർ സമരം ചെയ്തു. ഇതിനെ എന്താണ് ഫറാസി കലാപങ്ങൾ എന്നാണ് പറയുന്നത്. ആദ്യത്തെ 18th സെഞ്ച്വറിയിലുണ്ടായ കലാപങ്ങൾ രണ്ടെണ്ണം ഏതായിരുന്നു? സന്യാസി കലാപവും ഫക്കീർ റെബലിയനും അല്ലേ? അപ്പോൾ അതുപോലെ 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ റെബലിയൻസ് പൊട്ടിപ്പുറപ്പെട്ടു. ഇവർ കർഷകരെ കൂടാതെ ആര്? ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. കാരണം എന്താണ്? ഇവർ കാടുകളിൽ ചെന്ന് ഫോറസ്റ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കി അവരുടെ ജീവിതവും വളരെ മിസറബിൾ ആക്കിയത് കൊണ്ട് തന്നെ എന്തുപറ്റി? ഈ ഗോത്രവർഗ്ഗക്കാരും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ നോക്കാം. ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ് റെബലിയൻസ് ആർ ദ ഫിൽസ് ഇൻ മറാത്ത, മറാത്തയിലെ ഫീലുകൾ, ദ കോഹ്ലീസ് ഇൻ അഹമ്മദനഗർ, അഹമ്മദ്നഗറിലെ കോലികൾ, ദ കോൾസ് ഇൻ ഛോട്ടാ നാഗ്പൂർ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, ദ സന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്, രാജ്മഹൽ കുന്നിലെ സന്താൾമാർ, ദ കുർച്ചിയാസ് ഇൻ വയനാട്, വയനാട്ടിലെ കുർച്ചിയർ. ഇവരാണ് ഗോത്ര വിഭാഗങ്ങൾ, ട്രൈബൽസ് ഗ്രൂപ്പ്. അതായത് കാടുകളിൽ താമസിക്കുന്ന ആദിവാസി ഗ്രൂപ്പുകളിലെ അവരെയാണ് നമ്മൾ ട്രൈബൽസ് എന്ന് പറയുന്ന. കാടാണ് അവരുടെ നാട് എന്ന് പറയുന്നത്, അവരുടെ ഒരു ഉപജീവനവും അവരുടെ എല്ലാം അവരുടെ കാടാണ്. അവരാണ് ഗോത്രവർഗ്ഗക്കാർ അഥവാ ട്രൈബൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറയുന്ന ട്രൈബൽസും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നയിച്ചു. ദേ ഓൾസോ ലെഡ് റെബലിയൻസ് എഗനിസ്റ്റ് ബ്രിട്ടീഷ്. ഓക്കെ, ട്രൈബൽ ഗ്രൂപ്പ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് തുടങ്ങി നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റെബലിയൻ ആയിരുന്നു ദ സാന്താൾ റെബലിയൻ, സാന്താൾ കലാപം. The Santals were the inhabitants of the Rajmahal Hills in the Bengal province. The Santal rebellion was the result of exploitation they faced from the company officials and money lenders. The Rajmahal Hills witnessed the sacrifice of more than 15,000 Santals in this rebellion. It was under the leadership of Sidhu and Kanhu. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു ഈ സാന്താൾ എന്ന് പറയുന്ന ഈ ട്രൈബൽ ഗ്രൂപ്പ് ഗോത്രജനം താമസിച്ചിരുന്നത്. ഇവർ കൊള്ളപ്പലിശക്കാരുടെയും ഈ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണം കൊണ്ട് ഇവർക്ക് നിൽക്കക്കള്ളിയില്ല, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതാകുന്നു. അതിനെതിരെ അവർ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം അഥവാ സാന്താൾ റെബലിയൻ. രാജ്മഹൽ കുന്നുകളെ രക്തനാഴ്ത്തിയ ഈ കലാപത്തിൽ 15,000-ലധികം സാന്താൾ ജനങ്ങളാണ് ജീവൻ ബലിയർപ്പിച്ചത്. ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 15,000-ലധികം സാന്താൾ ആൾക്കാരാണ് അവിടെ മരിച്ചുപോയത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. സാന്താൾ റിബലിയന് ലീഡ് ചെയ്തത് ആരാണ്? സിദ്ധു ആൻഡ് കാൻഹു. In the right part of the textbook there is a folk song, a സാന്താൾ folk song. ഒരു സാന്താൾ ഗോത്ര ഗീതം അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഓ സിദ്ധു smeared in blood, ഓ കാൻഹു screaming hold, these traders, these robbers murdered us landless, we are smeared in blood for our beloved folks. എന്താണ് ഈ ഗീതം പറയുന്നത്? സിദ്ധു നീ എന്താണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്? കാൻഹു നീ എന്താണ് ഇങ്ങനെ ഹൂൾ എന്ന് അലറുന്നത്? ഈ കച്ചവടക്കാർ കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മെ നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഇത് എലമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസൻസ് ഇൻസർജൻസി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ആ സാന്താൾ കലാപത്തിൻ്റെ ഒരു നേർചിത്രമാണ്. അവർ വീരരക്തസാക്ഷിത്വം വരിച്ച ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഗോത്ര വിഭാഗത്തിന് വേണ്ടിയിട്ട്. അവരനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ റെബലിയൻ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ നിരവധി പേര് ജീവൻ ത്യജിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ ട്രഡീഷണൽ ഗ്രൂപ്പ്സ് മാത്രമാണോ ഈ റെബലിയൻ ഇറങ്ങിയത്? നോട്ടുള്ളത് ട്രഡീഷണൽ ഗ്രൂപ്പ്സ് but also the kings and chieftains who lost their power were another group. അതായത് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് അടുത്തതായിട്ട് കലാപത്തിന് ഇറങ്ങിയത്. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം മൂലം അന്നത്തെ നാട്ടുരാജാക്കന്മാർക്കും ഭൂപ്രഭുക്കന്മാർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടാകുകയും ചെയ്തു.
അതുകൊണ്ട് തന്നെ അവരും റെബലിയൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ റെബലിയൻ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ഭൂപ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും നോക്കാം. രാജ ചേത് സിംഗ് ഓഫ് അവധ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, മരുത്തു പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, പഴശ്ശിരാജ ഓഫ് മലബാർ, കിട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ, പാലിയത്തച്ചൻ ഓഫ് കൊച്ചി. ആരൊക്കെയാണ്? ഔധിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുത്തു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ചൻ. ഇവരാണ് പ്രധാനപ്പെട്ട നാട്ടുരാജാക്കന്മാരിലെ ചീഫ് ഒഫീഷ്യൽസ് ഹു ലെഡ് ദ റെബലിയൻ സ്റ്റാർട്ട് ചെയ്ത പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പം ഇന്ത്യയിലെ സർവ്വവിധ ജനങ്ങളും ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് റെബലിയൻ പല ഭാഗങ്ങളിൽ നിന്നായി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ കേരളത്തിൽ നിന്നുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു? മലബാറിലെ പഴശ്ശിരാജ, ട്രാവൻകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ചൻ തുടങ്ങിയവരൊക്കെ നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അല്ലേ. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുരാജാക്കന്മാർ, അപ്പം അവർ നടത്തിയ റെബലിയനാണ്. നമുക്കപ്പം നോക്കാം കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കലാപങ്ങളാണ് ഉണ്ടായത്. ദ റെബലിയൻസ് ഇൻ കേരള, കേരളത്തിലെ കലാപങ്ങൾ. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശിയുടെ സമരങ്ങൾ. ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ പഴശ്ശിരാജാസ് റിവോൾട്ട്. ഹി ലെഡ് എ ഗോറില്ല വാർ എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഫോറസ്റ്റ് ഓഫ് വയനാട്. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. He led a guerrilla war against the British in the forest of വയനാട്. വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചനാടൻ കുങ്കൻ and ഏതൻ ഗുരുക്കൾ were the prominent leaders who fought with Parshiraja in the revolt. The revolt ended with the death of പഴശ്ശിരാജ. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിയുടെ മരണത്തോടു കൂടി ഈ യുദ്ധം അവസാനിച്ചു. The anti-British revolt in Travancore were led by വേലുത്തമ്പി ദളവ. പഴശ്ശിക്ക് നമുക്ക് പറയാനുള്ളത് വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ്? ദളവയായിരുന്നു, വേലുത്തമ്പി ദളവ. The constant intervention of the company in the home affairs of Travancore hindered the smooth administration of Dalava. This was the main reason for him to turn against the British. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ കൈകടത്തിയപ്പോഴാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിന് കാരണമായത്. Paliyathachen, the minister of Kochi, extended his assistance to Dalava. In the famous Kundara proclamation of 1809, Dalava called upon the people to fight against the British. However, he was defeated by the British. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ അദ്ദേഹത്തെ സഹായിച്ചു. വേലുത്തമ്പി ദളവയെ 1809 കുണ്ടറയിൽ വെച്ച് 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. വാട്ട് ഈസ് കുണ്ടറ പ്രൊക്ലമേഷൻ? In 1809, Dalava called upon the people to fight against the British. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി വേലുത്തമ്പി ദളവ ആഹ്വാനം കൊടുത്തു. ഇതിനെയാണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇയർ എത്രയാണ്? 1809. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും
പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഹവർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ ദ ബ്രിട്ടീഷുകാർ. അതിപ്പം ഈ നാട്ടുരാജാക്കന്മാരും ലാൻഡ് ലോർഡ്സും എല്ലാം ചേർന്ന് പല പല സ്ഥലങ്ങളിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ റെബലിയം സ്റ്റാർട്ട് ചെയ്യുകയും അവരതിനെ പോരാടുകയും ചെയ്തു. ഇനി നോക്കിയ ദ ഫൈനൽ ജേർണി ഓഫ് പഴശ്ശിരാജ. പഴശ്ശിയുടെ അവസാന യാത്ര എങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹത്തെ കീഴടക്കിയ ബാബർ എന്ന് പറയുന്ന മലബാർ കളക്ടറുടെ അനുഭവക്കുറിപ്പിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് നോക്കാം. The Raja's body was taken and put in my palanquin, while the lady who was dreadfully reduced from sickness was put into Captain Clamfam's. The following day, the Raja's body was dispatched under a strong escort to Mannantodi, and Shrestidhar sent with orders to assemble all the Brahmins and to see that the customary honors were performed at his funeral. I was induced to this conduct from the consideration that although a rebel, he was one of the natural chieftains of the country, and might be considered on that account rather as a fallen enemy. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി. രാജാപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്ദാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യവിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. T.H. ബാബറിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നതിൽ നേതൃത്വം വഹിച്ച ആളാണ് T.H. ബാബർ എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ശത്രുവായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ഇത് കാണിച്ചത്? ബിക്കോസ് ഹീ ഈസ് ദ കിങ് ഓഫ് ദാറ്റ് പ്രൊവിൻസ്. ആ പ്രദേശത്തെ രാജാവായിരുന്നു അദ്ദേഹം, അല്ലേ? സോ രാജാവിനാണ് ഡിഫീറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായും രാജാവിൻ്റെ ഫ്യൂണറൽ ആ ഒരു ഇതിൽ തന്നെ നടത്തണമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വീരപുരുഷൻ അങ്ങനെ ഒരു ഹോണർ അവർ നൽകിയത്, ആദരവ് അവർ നൽകിയത്. അപ്പം ഈ കേരളത്തിലെ ഏതെല്ലാം കലാപങ്ങൾ നമ്മൾ കണ്ടു? കേരളത്തിൽ പഴശ്ശിരാജ നയിച്ച കലാപം, പിന്നെ അതുപോലെ തന്നെ ആരൊക്കെയാണ്? പഴശ്ശിരാജയോടൊപ്പം തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചൻ കുങ്കൻ, അത്തൻ ഗുരുക്കൾ തുടങ്ങിയവരുണ്ടായിരുന്നു. അതുപോലെ തിരുവിതാംകൂറിൽ ആരാണ് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ? വേലുത്തമ്പി ദളവ, അല്ലേ? അവിടെ കുണ്ട്ര പ്രൊക്ലമേഷൻ 1809 കുണ്ട്ര പ്രൊക്ലമേഷൻ. ദെൻ കൊച്ചിയിൽ ആരാണ്? പാലിയത്തച്ഛൻ തുടങ്ങിയവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ റെബലിയൻ സ്റ്റാർട്ട് ചെയ്ത കിങ്സും ചീഫ് ഒഫീഷ്യൽസും. ഓക്കെ, അപ്പം നമ്മൾ എവിടം വരെയാണ് പറഞ്ഞത്? ട്രേഡിനായി എത്തിയ ബ്രിട്ടീഷുകാർ ഇവിടെ പവർ നേടുന്നു, അല്ലെ? അധികാരം പിടിച്ചെടുക്കുന്നു. പല രീതിയിലാണ് അവരുടെ അധികാരം പിടിച്ചതെന്ന് പറഞ്ഞു. ദെൻ അവരുടെ കുറേ ലോസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് അത് വളരെയധികം ജീവിതം ബുദ്ധിമുട്ടായി മാറുന്നു. പാവപ്പെട്ടവർക്ക് മാത്രമല്ല, കൃഷിക്കാർക്ക് മാത്രമല്ല, ഇവിടുത്തെ കിങ്ങും ഒഫീഷ്യൽസും എല്ലാവർക്കും ഇത് ബാധിക്കുന്നു. സോ അതിനെതിരെ അവരുടെ ആ ഒരു ഇതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. പല രീതിയിലുള്ള ഇന്ത്യയിലുടനീളം വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രൊട്ടസ്റ്റ് വരികയാണ്. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അങ്ങനെ നമുക്കെന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങുകയാണ് ഇന്ത്യ. അപ്പം എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം നമുക്ക് നോക്കാം. We have learned about the isolated resistance that occurred in different parts of the country. The Army of East India Company suppressed them. അതായത് നമ്മൾ ഇപ്പം നേരത്തെ കണ്ടതെല്ലാം എന്താണ്? ഓരോരോ ഒറ്റപ്പെട്ട കലാപങ്ങളായിരുന്നു. ഒന്നും ഒരു സംഘടിത സ്വഭാവമില്ലായിരുന്നു, കൂട്ടത്തോടുള്ള സ്വഭാവം. ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതിനപ്പുറം അതിനൊരു ഒരു സംഘടിത സ്വഭാവമില്ലായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട പല ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇവയെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ പട്ടാളം അടിച്ചമർത്തുകയാണ് ചെയ്തത്. By 1857, even people who were loyal to the company turned against them. The Indian soldiers in the British army sepoys, the king's
who lost their hereditary rights as per the doctrine of lapse, were the main leaders of the revolt. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും എന്താണ് അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, അതായത് ഇവിടെ ഇന്ത്യക്കാരെയും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിലുള്ള ആൾക്കാരെയും അവരുടെ പട്ടാളത്തിലേക്ക് നിയമിച്ചിരുന്നു. അപ്പോൾ ആ സൈനികരും ദത്തവകാശ നിരോധന നിയമം ഉണ്ടല്ലോ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെട്ടെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരും സമരത്തിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ രാജ്യം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും അവരുടെ അടിമപ്പണി ചെയ്യേണ്ടി വന്ന ശിപ്പായിമാരും ഈ സമരത്തിന് തയ്യാറാകുകയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ സമരത്തിനിറങ്ങിയാൽ എന്തുകൊണ്ടാണ് ശിപ്പായിമാർ സമരത്തിനിറങ്ങിയെന്ന് നോക്കാം. The living conditions of sepoys were miserable and they had to lead a hard life. The sepoys were disappointed with the following conditions. ശിപ്പായിമാരുടെ ജീവിതം പരമ ദയനീയമായിരുന്നു അവരുടെ ജീവിതം. അവർ എന്തൊക്കെ കൊണ്ടാണെന്ന് നോക്കാം. meager wages, prolonged working hours, denying leave, slave-like treatment by superior officials, poor quality food. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, ഒരു സമയനിഷ്ഠമില്ലാതെ ഒരുപാട് നേരം അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു, അവധിയില്ല, ലീവൊന്നും കൊടുക്കുന്നില്ല, അടിമകളെപ്പോലുള്ള മേലുദ്യോഗസ്ഥരുടെ ഒരു പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇതെല്ലാം കാരണം തന്നെ അവർക്ക് വളരെ ഒരു വെറുത്തൊരു ദയനീയമായൊരവസ്ഥയിലായിരുന്നു അവർ. In this context, the company supplied a new type of Enfield rifle to the sepoys. There was a rumor that the cartridge to be used in this gun were greased with the fat of cows and pigs. ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാൾക്കാരിൽ പുതിയൊരു എൻഫീൽഡ് തോക്ക് വിതരണം ചെയ്തത് ഈ ശിപ്പായിമാർക്ക്. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തീരെ അഥവാ വെടിയുണ്ട് കുറച്ച് പ്രത്യേകതയുള്ളതാണ്. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അവർ ഓൾറെഡി ഡിസപ്പോയിൻ്റ് ആയിരുന്ന അവരുടെ ഇടയിലോട്ട് ഈ പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ നെയ്യ് ഉപയോഗിച്ചുള്ള തിര ഉണ്ടെന്ന് പറഞ്ഞൊരു റൂമർ അവിടെ പരന്നു. Another rumor was that the bread supplied to the sepoys was made from wheat flour mixed with the bone powder. ശിപ്പായിമാർക്ക് വിതരണം ചെയ്യുന്ന റൊട്ടി ഉണ്ടല്ലോ, എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. അപ്പോൾ ഇതൊന്നും അന്നത്തെ ഇന്ത്യക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. This provoked them to rebel. Mangal Pandey was the first Indian soldier to protest. ഇതിൽ പ്രകോപിതരായ സൈനികർ കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. ആരാണ്? മംഗൾ പാണ്ഡെ. An organized revolt against the military officials started in Meerut. Then the soldiers reached Delhi and proclaimed that last Mughal ruler Bahadur Shah II as the Emperor of India. സൈനിക മേധാവികൾക്കെതിരെയുള്ള ഈ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആദ്യമായി ആരംഭിച്ചവിടെയാണ് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അപ്പം ശിപ്പായികൾ, അതായത് ഇന്ത്യൻ സോൾജിയേഴ്സ് ആയിരുന്നവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തത്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? അവരുടെ അസംതൃപ്തമായ ജീവിതവും അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട റൂമേഴ്സ് വരുന്നു അല്ലേ. വെടിയുണ്ടയിൽ പന്നിയുടെയും പശുവിൻ്റെയും നെയ്യുണ്ടെന്നുള്ളതും അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ എല്ലുപൊടിയുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ പ്രകോപിതരായ പ്രതിഷേധം ഉയർത്തുകയാണ്. മംഗൾ പാണ്ഡെയാണ് ആദ്യമായി പ്രതിഷേധം ഉയർത്തുന്നത്. മീററ്റിൽ അത് ആരംഭിക്കുന്നു. പിന്നെ തുടർന്ന് ഇന്ത്യയിൽ വടക്കൻ ഇന്ത്യയിൽ മുഴുവൻ ഈ കലാപം കത്തിപ്പടരുകയാണ്. മുഗൾ ചക്രവർത്തിയിലെ അവസാന സൈനികനായ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ അവരുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു, എംപററായിട്ടും. The revolt spread to different parts of North India. The rulers of the princely states who had lost their power also joined the rebellion.
The revolt further spread to Kanpur, Lucknow, Allahabad, Jhansi, Agra and Faizabad. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും അങ്ങനെ കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആഗ്ര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കെല്ലാം എന്താണ് ഈ ഒരു റിവോൾട്ട് ഈ കലാപം പടർന്ന് പിടിച്ചു. The revolt was led by Nana Sahib and Tandia Topi in Kanpur, Rani Lakshmi Bhai in Jhansi, Begum Hasrat Makhal in Lucknow, Maulavi Ahmadullah in Faizabad, and Conwar Singh in Ara. The company suppressed the revolt and Bahadur Shah Zafar was expelled to Rangoon. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായിയും, ലക്നൌവിൽ ബീഗം ഹസരത് മഹലും, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും, ആരയിൽ അൻവർ സിംഗുമായിരുന്നു സമരം നയിച്ചത്. എന്നാൽ ഈ കമ്പനി ഈ കലാപം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ സഫറിനെ റാങ്കൂണിലേക്ക് നാടുകടത്തുകയുമാണ് ചെയ്തത്. ഓക്കെ, ബഹദൂർ ഷാ സഫറിൻ്റെ ഒരു നോക്കിക്കേ, ലഗ്ദാ നഹി ഹേ ജി മേരാ, the days of life passed with the approaching dusk, and now I will stretch my legs to sleep. In the burial gardens comfort, how unfortunate is suffer, for 6 feet of land couldn't be found for the burial in his soul. എന്താണ്, ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകൾ നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാനാണ്. അതായത് അദ്ദേഹം നാട് കടത്തപ്പെട്ടില്ലേ, സ്വന്തം നാട്ടിൽ നിന്നും നാട് കടത്തപ്പെട്ടു അദ്ദേഹം. സോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വികാരം, ജീവിതം, അനുഭവമാണ് അവിടെ കുറിച്ചിരിക്കുന്നത്, അദ്ദേഹം തന്നെ എഴുതിയത്. അപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. ആരൊക്കെയാണ്? ശിപ്പായിമാരും അധികാരം നഷ്ടപ്പെട്ട കിങ്സും ലാൻഡ് ലോഡ്സും എല്ലാം ചേർന്നാണ് ഈ ഒരു റിവോൾട്ട് ആരംഭിക്കുന്നത്. അത് ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങൾ മുഴുവൻ പടർന്നു പിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ബ്രിട്ടീഷുകാർ അതിനെ അടിച്ചമർത്തി. Let us examine the reason for the failure of the first war of independence. എന്തുകൊണ്ടായിരിക്കാം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പരാജയപ്പെട്ടത്? നമുക്ക് നോക്കിയാലോ എന്തൊക്കെ കൊണ്ടാണ്. Though the revolt was widespread in North India, there was no coordination. ഈ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം ഒരു കോർഡിനേഷൻ, സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. Then second point, the company had all the advantage of stronger military power, better weapons and coordination. ബ്രിട്ടീഷ് കമ്പനിക്ക് എല്ലാ തരത്തിലുള്ള സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധങ്ങളുമൊക്കെ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെക്കാൾ മേൽക്കൈ നേടി. ഇറ്റ് ഫെയിൽ ടു എൻഷുർ മാസ് സപ്പോർട്ട്. ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ ഈ കലാപങ്ങൾ പരാജയപ്പെട്ടു. ഒരു മാസ് സപ്പോർട്ട് ഈ കലാപങ്ങൾക്ക് ഇല്ലായിരുന്നു. Then the English educated Indians were against the revolt. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ സമരത്തിന് എതിരായിരുന്നു. The rulers of affluent princely states supported the company. സമ്പന്നങ്ങളായ നാട്ടുരാജ്യക്കാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അവർ ഇവർക്കൊരിക്കലും പിന്തുണച്ചിരുന്നില്ല. അപ്പോൾ ഈ റീസൺസ് കൊണ്ടാണ് ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ പ്രധാന കാരണം. Look at the map here. This is the major centers of the revolt. റിവോൾട്ട് നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യൻ പ്രദേശങ്ങളായിരുന്നു സമരത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ട സ്ഥലങ്ങൾ. Even though the revolt failed, it was the first mass revolt against the company rule. So the revolt is considered as the first war of Indian independence. പ്രത്യക്ഷത്തിൽ സമരം അവരടിച്ചമർത്തി പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നത്. The highlight of the revolt was the sense of unity that the people of India upheld irrespective of religion. It was this solidarity that motivated the sepoys to proclaim Bahadur Shah as Sher Shah-e Hindustan, the Emperor of India.
This shows that the British efforts to breed communal hatred had not succeeded, at least up to the period of the First War of Indian Independence. അതായത് കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉണർത്തിയ ഒരു ഐക്യബോധമായിരുന്നു, ഒന്നാണ് എന്നുള്ളൊരു യൂണിറ്റി. ഈ യൂണിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിലെല്ലാം മതവിഭാഗക്കാരും ഉണ്ടായിട്ടും ബഹദൂർ ഷായെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച ആ ഒരു മതത്തിനതീതമായ ഒരു ഐക്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. മതസ്പർദ്ധ വളർത്തി തമ്മിൽ തല്ലിച്ച് ഭരിക്കുന്നൊരു ശീലമായിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ. അത് പക്ഷേ ഈ കലാപങ്ങൾ വരുന്ന കാലം വരെ അത് അത്ര വിജയിച്ചില്ല. അവരുടെ ആ ഒരു തന്ത്രം അപ്പോൾ വിജയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കലാപത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ, ഈ മതസ്പർദ്ധ വളർത്തി അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നീട് അവർ ഈ മതം ഉപയോഗിച്ചാണ് ഇന്ത്യക്കാരെ തമ്മിൽ രണ്ടാക്കുന്നത്. അതിൻ്റെ ഫലമായാണ് ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി മാറുന്നത്. ഓക്കെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇനി നോക്കേണ്ടത് ഈ കലാപങ്ങൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നില്ലേ, അതിനപ്പം നേതൃത്വം കൊടുത്തവരുണ്ടല്ലോ ചില സ്ഥലങ്ങൾ. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മി ബായ്. പിന്നെ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അബ്ദുള്ള, ആരയിൽ കാൻവർ സിംഗ്. അപ്പോൾ ആ ഒരു പട്ടിക പൂരിപ്പിക്കണം. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഇനി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക്. The First War of Independence in 1857 brought many administrative changes in India. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. എന്ത് മാറ്റം? The rule of the English East India Company came to an end with the Queen's Proclamation in 1858. India came under the direct rule of the British Queen. അതായത് 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതുവരെ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണെങ്കിൽ പിന്നീട് 1858 കൂടി ഈ സമരങ്ങളുടെ ഒരു ഫലമായിട്ട് രാജ്ഞി നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ ഭരണം ആരാണ്? രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക, നോട്ട്സുകൾ എഴുതിയേക്കുക. ഓക്കെ, താങ്ക് യു.